ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു സെഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് ട്രെൻഡ് അനാലിസിസിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓളിയം എന്താണ് എന്നാണ്. അപ്പോൾ ഓളിയം എന്ന് പറയുന്നത് ട്രേഡിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മളെല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലൂടെ ഒരു വാഹനം പോകുവാണ്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ആയിരിക്കും ഓൺ ആക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ അത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ആയിരിക്കും അവരിടുന്നത് അല്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ മുന്നിലൂടെ പോകുന്ന വാഹനം പോകാനായിട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഇവിടെ ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അതായത് വില മുകളിലേക്ക് കൂടാനായിട്ടാണോ അതോ വില ഇടിയാനായിട്ടാണോ സാധ്യത എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ ത്രൂ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ വില കൂടാനാണോ കുറയാനാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഇൻഡിക്കേറ്റർ ഒരു ട്രെൻഡ് എത്രമാത്രം സ്ട്രോങ് ആണ്, അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹയർ ഹൈ ഹയർ ലോ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്രമാത്രം സ്ട്രോങ് ആണ് ആ ഒരു അപ്പ് ട്രെൻഡ് എന്നും അതുപോലെ തന്നെ എത്രമാത്രം സ്ട്രോങ് ആണ് ഒരു ഡൗൺ ട്രെൻഡ് എന്നും, ഇനി ഒരു അപ്പ് ട്രെൻഡ് വീക്ക് ആയിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡ് ആണെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഓളിയം എന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഓളിയം എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഓളിയം ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മേളിലായിരിക്കും നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓളിയം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഓളിയം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അത് എക്സാക്റ്റ് ഓളിയം തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓളിയം സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ചാർട്ടിൻ്റെ നേരെ താഴെ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ബാർ ചാർട്ട് ഓപ്പണായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഗ്രീൻ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്, അങ്ങനെ ഒരു ഓളിയം ബാർ ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഓരോ ഓളിയം ബാറും നമുക്ക് ഓരോ 30 മിനിറ്റിൽ ഫോം ആകുന്നതാണ്. അതായത് നമ്മുടെ ക്യാൻഡിൽ ഫോം ആകുന്നത് പോലെ തന്നെ ഓരോ ക്യാൻഡിലിനും അല്ലെങ്കിൽ ഓരോ 30 മിനിറ്റ് ക്യാൻഡിലും അതിൻ്റേതായിട്ടുള്ള ഓളിയം ബാർ നമുക്ക് നേരെ താഴെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുന്നുണ്ടോ? ഈ ഓളിയം ബാർ ചിലത് കൂടുതലാണ്, ചിലത് കുറവാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഓളിയം എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വളരെ സിമ്പിളായിട്ട് എന്താണ് ഓളിയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അരുൺ എന്ന് പറയുന്ന ആൾ 2 BTC അഥവാ ബിറ്റ് കോയിൻ സെല്ല് ചെയ്യാൻ വെച്ചേക്കുവാണ്. ഓക്കെ, അരുൺ എന്ന് പറയുന്ന ആൾ 2 ബിറ്റ് കോയിൻ സെല്ല് ചെയ്യാൻ വെച്ചേക്കുവാണ്. അതേസമയം കിരൺ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? കിരൺ എന്ന് പറയുന്ന ആൾ ഇവിടെ 2 ബിറ്റ് കോയിൻ BTC മേടിക്കാൻ നിൽക്കുവാണ്. അപ്പോൾ ഒരാൾ വിൽക്കുന്നു, മറ്റേ ആൾ മേടിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നല്ലോ. 2 ബിറ്റ് കോയിനാണ് അരുൺ വിറ്റത്. ആ 2 ബിറ്റ് കോയിൻ ആര് മേടിച്ചു? കിരൺ എന്ന ഈ ഒരു വ്യക്തി മേടിച്ചു. അപ്പോൾ ഇവിടെ ഓളിയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2 എന്നാണ്. അതായത് 2 ബിറ്റ് കോയിൻ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓളിയം നമുക്ക് 2 കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓളിയം ബാർ ചെറിയ രീതിയിൽ അവിടെ ഫോം ആകുന്നത് കാണാനായിട്ട് കഴിയും. ഇനി അതേസമയം അരുൺ എന്ന വ്യക്തി ഒരു 12 ബിറ്റ് കോയിനാണ് വിൽക്കാനിട്ടത്. പക്ഷേ അതിൽ മുഴുവനായിട്ട് ഈ പറയുന്ന കിരൺ എന്ന് പറയുന്ന വ്യക്തി മേടിച്ചില്ല. അതിലപ്പോൾ എത്ര എണ്ണമായിരിക്കും മേടിച്ചു? ഒരു 10 മേടിച്ചു എന്ന് കരുതുക. 10 ബിറ്റ് കോയിൻ കിരൺ മേടിച്ചു. അപ്പോൾ ഇവിടെ ഓളിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന 12 ആയിരിക്കത്തില്ല. കാരണം അരുൺ വിൽക്കാനിട്ടതാണ് 12, പക്ഷേ മേടിച്ചത് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയത് എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓളിയം എത്ര കാൽക്കുലേറ്റ് ചെയ്യും? 10 എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകണം. ഇത്ര ബിറ്റ് കോയിൻ ഒരാൾ വിൽക്കാനിടുന്നു, എത്രയാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ മേടിച്ച് കൂട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ്, ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ചിട്ടാണ് ഓളിയം ബാർ താഴെ ഫോം ആകുന്നത്. ഇനി വളരെ സിമ്പിളായിട്ട് നേരെ എന്ത് ചെയ്യുക? ഈ ഒരു കഴ്സർ കൊണ്ട് നേരെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിച്ചോളുക. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ നമ്മുടെ ഓളിയം എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഇവിടെ പ്ലോട്ട് ആയിട്ടുണ്ട്. കണ്ടോ ഓളിയം BTC നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ആ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. ജസ്റ്റ് ഞാനിപ്പോൾ കഴ്സർ കൊണ്ട് വയ്ക്കുവാണ്. അവിടെ 138 എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 139 അപ്പോൾ 139 ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ഈ ഒരു 30 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം 142 ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മേടിക്കുകയും വിൽക്കുകയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നത്? അത് ചേഞ്ച് ആകുന്നത്. ഇപ്പോൾ 142 നിൽക്കുവാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്താണ് ഓളിയം എന്നും അതുപോലെ തന്നെ ഈ ഒരു ഓളിയം യൂസ് ചെയ്തുകൊണ്ട് ഇനി ഇപ്പോൾ എന്താണ് ഓളിയം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ഓളിയം ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത്?
അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പ് ട്രെൻഡ് എങ്ങനെയാണ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, അതേസമയം ഡൗൺ ട്രെൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു അപ്പ് ട്രെൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ മേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്കാണ് പോകുന്നത്. അപ്പ് ട്രെൻഡ് ഹയർ ഹൈ ഹയർ ലോ മേക്ക് ചെയ്തുകൊണ്ട് മേളിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അതേസമയം തന്നെ വോളിയം എന്ത് ചെയ്യുന്നു, അതേസമയം വോളിയം മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. പ്രൈസും വോളിയവും ഒരുപോലെ മുകളിലേക്ക് മൂവ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇപ്പോൾ ബി ടി സിയുടെ പ്രൈസ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം താഴെ നമ്മൾ വോളിയം ബാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോളിയം ബാറും കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്താണ്? സ്ട്രോങ് അപ്പ് ട്രെൻഡാണ്. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്, വിലയും മുകളിലേക്ക് കൂടുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ വോളിയം മുകളിലേക്ക് കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് ട്രെൻഡാണ്. അതേസമയം ഇവിടെ വില കൂടുന്നുണ്ട്, പ്രൈസ് കൂടുന്നുണ്ട്, പ്രൈസ് കൂടുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു, വോളിയം കുറയുന്നു എന്ന് കരുതുക. വോളിയം കുറഞ്ഞാണ് വരുന്നത്. താഴെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോളിയം കുറഞ്ഞു വരുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താ, ആ ഒരു അപ്പ് ട്രെൻഡ് വീക്കാണ് എന്നാണ്. വീക്ക് അപ്പ് ട്രെൻഡാണ്. ഏത് നിമിഷം വേണം എന്ത് ചെയ്യും, തിരിച്ച് റിവേഴ്സ് ആ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീക്കായിട്ടുള്ള അപ്പ് ട്രെൻഡാണത്. ഏത് നിമിഷം വേണം എന്ത് ചെയ്യും, തിരിച്ച് ട്രെൻഡ് ചേഞ്ചായി ഒരു സൈഡ് വേസിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സായി ഒരു ഡൗൺ ട്രെൻഡിലേക്കോ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വില കൂടുന്നു, അതിനോടൊപ്പം തന്നെ വോളിയം കൂടിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് ട്രെൻഡും, അതേസമയം പ്രൈസ് കൂടുന്നു വോളിയം താഴേക്ക് ഇടിയുവാണ് എന്നുണ്ടെങ്കിൽ അതൊരു വീക്കായിട്ടുള്ള അപ്പ് ട്രെൻഡുമാണ്. ഇനി നെക്സ്റ്റ് ഡൗൺ ട്രെൻഡ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഡൗൺ ട്രെൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രൈസ് താഴേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം അല്ലേ, വില താഴേക്ക് ഇടിയുവാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഇവിടെ താഴേക്ക് ഇടിയുന്നു, പ്രൈസ് താഴേക്ക് ഇടിയുന്നു. അതേസമയം തന്നെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, മേളിലേക്ക് കൂടുന്നു. ഓക്കെ, ഇവിടെ വില താഴേക്ക് ഇടിയുന്നു പക്ഷേ വോളിയം കൂടുന്നു. ഇതിനർത്ഥം എന്താ, വില താഴേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വോളിയം കൂടുന്നു. അതായത് ട്രാൻസാക്ഷൻ ഒരുപാട് നടക്കുന്നുണ്ട്, കുറഞ്ഞ വിലയിൽ ആൾക്കാർ വിറ്റഴിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് വളരെയധികം ശ്രദ്ധിക്കുക, പ്രൈസ് വില താഴേക്ക് ഇടിയുന്നു പക്ഷേ ട്രാൻസാക്ഷൻ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്താണ്, കുറഞ്ഞ വിലയിൽ ആൾക്കാർ ഒരുപാട് ബിറ്റ് കോയിൻ വിറ്റഴിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വില താഴേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കും, ട്രാൻസാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ്, സ്ട്രോങ് ഡൗൺ ട്രെൻഡ്. ഇനി അതേസമയം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കിയേ. അതായത് പ്രൈസ് താഴേക്ക് ഇടിയുന്നുണ്ട്, പ്രൈസ് താഴേക്ക് ഇടിയുന്നുണ്ട് കാരണം ഇതൊരു ഡൗൺ ട്രെൻഡാണ്. അതുപോലെ തന്നെ ഇവിടെ വോളിയം താഴേക്കാണ് ഇടിയുന്നത്. നേരത്തെ വോളിയം കൂടുകയാണ് ചെയ്തത്, എന്നാൽ ഇവിടെ എന്താ ചെയ്യുന്നത്, വോളിയവും താഴേക്ക് ഇടിയുവാണ്. അതിനർത്ഥം എന്താ, ഇതൊരു വീക്കായിട്ടുള്ള ഡൗൺ ട്രെൻഡാണ്. ഏത് നിമിഷം വേണോ ട്രെൻഡ് ചേഞ്ചായി ഒരു സൈഡ് വേസിലേക്കോ അല്ലെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിലേക്കോ മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. വീക്ക് ഡൗൺ ട്രെൻഡ്, വീക്കായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മാർക്കറ്റ് നമുക്കറിയാം, സൈഡ് വേസ് അല്ലേ. അപ്പ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, സൈഡ് വേസ്. അപ്പോൾ സൈഡ് വേസിൽ നമുക്കറിയാം വില മുകളിലേക്കും പോകത്തില്ല താഴേക്കും പോകത്തില്ല, ഒരേ റേഞ്ചിൽ എന്ത് ചെയ്യുന്നു, കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരേ പ്രൈസ് റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു, മേൽഭാഗത്ത് ഈ മാർക്ക് ചെയ്ത് വരയ്ക്കുന്നതിനെ റെസിസ്റ്റൻസ് എന്നും താഴ്ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനെ സപ്പോർട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കാണുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ, നോട്ട് ചെയ്യുക, ഒരു ക്യാൻഡിൽ ഇത്തരത്തിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പൊയ്ക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ബ്രേക്ക് ഔട്ട്. നോട്ട് ചെയ്യുക, ഇത്തരത്തിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് താഴെ നമുക്ക് വോളിയം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന ക്യാൻഡിലിന് നേരെ താഴെ നമുക്ക് വോളിയം കാണാനായിട്ട് കഴിയും. അപ്പോൾ ബ്രേക്ക് ഔട്ട് വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ, അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഔട്ട് വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ അതിനെ സ്ട്രോങ് ബ്രേക്ക് ഔട്ടായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും, സ്ട്രോങ് ബ്രേക്ക് ഔട്ട്. അതേസമയം ബ്രേക്ക് ഔട്ട് വിത്ത് ലോ വോളിയം ആണെങ്കിലോ, വോളിയം കുറവാണെങ്കിലോ നമ്മൾ താഴെ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട്
വിത്ത് ലോ വോളിയം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു വീക്കായിട്ടുള്ള ബ്രേക്കൗട്ടാണ്, അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്കൗട്ട് എന്ന് നമ്മൾ വിളിക്കും. ഫേക്ക് ബ്രേക്കൗട്ടിൻ്റെ പ്രശ്നം എന്താ? ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകും, വില കൂടുന്ന പോലെ കാണിക്കും, അതിനുശേഷം കംപ്ലീറ്റ്ലി ഇതുപോലെ റിവേഴ്സായി താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും, മേളിലേക്ക് തന്നെ റാലി ചെയ്ത് പോകാനായിട്ടാണ് സാധ്യത. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റിൽ ആദ്യം വരുന്നത് ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, ബ്രേക്കൗട്ട് വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ സ്ട്രോങ് ബ്രേക്കൗട്ടും, ബ്രേക്കൗട്ട് വിത്ത് ലോ വോളിയമാണ് എന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ബ്രേക്കൗട്ടുമാണ്. ട്രെൻഡ് ചേഞ്ചായി താഴേക്ക് വരാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും അവിടെയുണ്ട്. ഇനി സൈഡ് വേസിൽ തന്നെ നമുക്ക് ബ്രേക്ക് ഡൗൺ എന്താണ് എന്നൊന്ന് പഠിക്കാം. ഒന്നുകൂടെ ഞാനൊന്ന് സൈഡ് വേസ് മാർക്ക് ചെയ്ത് വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസും അതുപോലെ തന്നെ സപ്പോർട്ടും ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒരു റെഡ് ക്യാൻഡിലായിരിക്കും അങ്ങനെ മൂവ് ചെയ്യുന്നത്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ. നോട്ട് ചെയ്യുക, ബ്രേക്ക് ഡൗൺ. നേരത്തെ പഠിച്ചത് ബ്രേക്ക് ഔട്ടാണ്, ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബ്രേക്ക് ഡൗൺ ആണ്. നോട്ട് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗണിൻ്റെ പ്രത്യേകത എന്താ? ബ്രേക്ക് ഡൗൺ വിത്ത് ഹൈ വോളിയം ആണ് എന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഡൗൺ വിത്ത് ഹൈ വോളിയം ആണ് എന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ബ്രേക്കൗട്ടാണ്. സ്ട്രോങ് ബ്രേക്ക് ഡൗൺ ആണ്. സ്ട്രോങ് ബ്രേക്ക് ഡൗൺ നോട്ട് ചെയ്യണം. ബ്രേക്ക് ഡൗൺ വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ അത് സ്ട്രോങ് ബ്രേക്ക് ഡൗൺ ആണ്. അതേസമയം ബ്രേക്ക് ഡൗൺ വിത്ത് ലോ വോളിയം ആണ് എന്നുണ്ടെങ്കിൽ, വോളിയം കുറവാണെങ്കിൽ അത് വീക്കായിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. വീക്കായിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. ഏത് നിമിഷം വേണോ എന്ത് ചെയ്യും? ട്രെൻഡ് ചേഞ്ചായി അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വീക്ക് ബ്രേക്ക് ഔട്ട് എന്നോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്നോ അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്നോ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വോളിയം കുറഞ്ഞ് ബ്രേക്ക് ഡൗണോ ബ്രേക്ക് ഔട്ടോ നടക്കുന്നതിനെ ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ നമുക്ക് വീക്ക് ബ്രേക്ക് ഔട്ട് എന്നോ വീക്ക് ബ്രേക്ക് ഡൗൺ എന്നോ പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വോളിയം ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് എത്രമാത്രം സ്ട്രോങ് ആണ്, വീക്കാണ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതാണ് ഇപ്പോൾ ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നടക്കുമ്പോൾ വോളിയം കൂടുതലാണോ കുറവാണോ എന്ന് എങ്ങനെ അറിയാനായിട്ട് കഴിയുമെന്ന് എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നമുക്കത് ഇവിടെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള വോളിയം എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ താഴെ കാണാനായിട്ട് കഴിയും. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ആ വോളിയം BTC എന്ന് കാണാൻ സാധിക്കും. അതിൽ തന്നെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്റ്റൈൽസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇൻപുട്സ് ഉണ്ട്, അതിനകത്ത് തന്നെ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. സ്റ്റൈൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വോളിയം MA എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു വോളിയം MA ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് ഈ ഒരു റെസിസ്റ്റൻസ് ആണെന്ന് കരുതുക. ഞാനിപ്പം മാർക്ക് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ പോകുവാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ മൂവ് ചെയ്യുവാണ്. നേരെ താഴെ നോക്കുക. താഴെ നോക്കുമ്പോൾ എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ആ ഒരു ലൈൻ, ഒരു ബ്ലൂ കളർ ലൈൻ നമുക്കിവിടെ പ്ലോട്ട് ആയിട്ടുള്ളത് കാണാം. അതാണ് നമ്മളിപ്പോൾ പോയി ഇനേബിൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ലൈനിന് എബോ ആണ് വോളിയം വരുന്നത്. അത്യാവശ്യം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നല്ലത്. അപ്പോൾ ആ ഒരു ആവറേജ് വോളിയത്തിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വോളിയം അവിടെ കൂടുതലാണ്, അല്ലെങ്കിൽ വോളിയം അത്യാവശ്യം ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിക്കണ്ട് ബ്രേക്കൗട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള വോളിയമാണോ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള വോളിയമാണോ എന്ന് മനസ്സിലാക്കുന്നതിനുപരി ഈ ഒരു സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നേരെ സ്റ്റൈൽസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് തന്നെ വോളിയം MA എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഇത്തരത്തിലൊരു ലൈനായിരിക്കും നമ്മുടെ വോളിയത്തിൻ്റെ പുറത്തുകൂടി പ്ലോട്ട് ആകുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ആവറേജ് വോളിയം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനിപ്പോൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നല്ലതാണ്. അതൊരു സ്ട്രോങ് ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വോളിയത്തെ പറ്റി മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വോളിയത്തെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ച് തന്നെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ആകുക. കൃത്യമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോട്ടിൽ എഴുതി പോവുക, പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെഷനിൽ നമ്മൾ കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ്. സോ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്